ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ഒളിഞ്ഞിരിക്കുന്ന പാപമാലിന്യങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി അല്പസമയം ചിന്തിക്കുവാൻ നമ്മൾക്ക് ഒന്നിച്ച് കർത്താവിൽ ശരണപ്പെടാം. തിരിച്ചറിവിൻ്റെ ആരംഭം. ഞാൻ ജനിച്ച നാൾ മുതൽ പാപം എൻ്റെ കൂടപ്പിറപ്പായിരുന്നു. യൗവനത്തിൻ്റെ തിളപ്പിലും ആരോഗ്യത്തിൻ്റെ വർധനവിലും ഈ കൂടെയുള്ള ശത്രുവിനെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ കാലം കടന്നുപോയപ്പോൾ രോഗങ്ങളും പ്രയാസങ്ങളും എന്നെ തേടിയെത്തി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, എന്താണ് ഇതിൻ്റെ കാരണം? സുവിശേഷത്തിലൂടെയും തിരുവചനത്തിലൂടെയും യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ മുഴങ്ങി. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകും, പാപം മരണത്തിലേക്കും രോഗത്തിലേക്കും നയിക്കുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. പാപത്തെ മുളയിലെ നുള്ളിക്കളയേണ്ടതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ജീവിത സാക്ഷ്യം വാട്ട്രപ്പിക്ക് നൽകിയ പാഠം. നമ്മുടെ ഭൗതിക ശരീരത്തിന് വൈദ്യന്മാരെ ആവശ്യമാണ്. എൻ്റെ ഡെന്റിസ്റ്റ് പല്ലുകൾ വൃത്തിയാക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും എന്നെ ഉപദേശിക്കുമായിരുന്നു. ദിവസവും 2 നേരം ഫ്ലോസ് ചെയ്യണമെന്നും വാട്ട്രപ്പിക്ക് ഉപയോഗിക്കണമെന്നും അവൾ നിർദ്ദേശിച്ചു. ഒരിക്കൽ അവൾ കാണിച്ചു തന്ന മൈക്രോസ്കോപ്പിക് ദൃശ്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. നമ്മുടെ വായിൽ പുഴുക്കളെ പോലെ ഇഴയുന്ന ബാക്ടീരിയകൾ 3 പ്രാവശ്യം അടച്ചിട്ടും പരാജയപ്പെട്ട ഒരു പോഡ് എൻ്റെ അണപ്പല്ലിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ വാട്ട്രപ്പിക്ക് ഉപയോഗിച്ചു. പല്ലിനിടയിൽ നിന്നും സിങ്കിലേക്ക് വീണ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ട് ഞാൻ സ്തംഭിച്ചു പോയി. എൻ്റെ പല്ലുകളെ കേടുവരുത്തുന്ന, വായിൽ ദുർഗന്ധം വമിപ്പിക്കുന്ന യഥാർത്ഥ ശത്രുവിനെ ഞാൻ അവിടെ കണ്ടെത്തി. കഴിഞ്ഞ 2 വർഷമായി ആ ശത്രുവിനെ പുറന്തള്ളിയതുകൊണ്ട് ദൈവകൃപയാൽ ഇന്ന് എനിക്ക് ആരോഗ്യവത്തായ പല്ലുകളുണ്ട്. സ്തോത്രം. ദൈവിക മർമ്മം. ഊനമില്ലാത്ത വിശുദ്ധി. ദൈവം എപ്പോഴും ആഗ്രഹിച്ചത് ഊനമില്ലാത്ത ബലിവസ്തുക്കളെയാണ്. വെളിപാട് പുസ്തകത്തിൽ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ യോഗ്യനായ കുഞ്ഞാടിനെ അന്വേഷിക്കുമ്പോൾ കണ്ടെത്തിയത് ഊനമില്ലാത്ത ക്രിസ്തുവിനെയാണ്. എങ്കിൽ തൻ്റെ മക്കളായ നമ്മളും ഭൗതികമായും ആത്മീയമായും ഊനമില്ലാത്തവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പെറ്റതള്ള മറന്നാലും നമ്മെ മറക്കാത്ത ദൈവം ദുഷ്ടൻ തൊടാത്തവണ്ണം നമ്മെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നു. എങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് കഷ്ടതകൾ? പാപം നമ്മെ പ്രലോഭിപ്പിക്കുമെന്നും ചതിക്കുമെന്നും ദൈവം മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ശത്രുവായ സാത്താനോട് പൊരുതി ആദ്യ പറുദീസായിൽ എന്ന പോലെ വിശുദ്ധിയോടെ ജീവിക്കാൻ നാം ഓരോ ദിവസവും നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയവും ശരീരവും ദൈവിക ശുശ്രൂഷയ്ക്കുള്ള സമർപ്പണം. ഹൃദയത്തിലേക്കുള്ള വഴിയായ വായ ശരീരത്തിൻ്റെ കവാടമാണെന്ന് നാം കണ്ടു. ഈ കവാടത്തിലൂടെ നാം അകത്തേക്ക് വിടുന്നത് നമ്മുടെ ഹൃദയത്തെയും ആരോഗ്യത്തെയും നേരിട്ട് ബാധിക്കുന്നു. പല്ലിനിടയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതും. ശരിയായ ആഹാരക്രമത്തിലൂടെയും അച്ചടക്കത്തിലൂടെയും നമ്മുടെ ശരീരത്തെ രോഗമുക്തമായി സൂക്ഷിക്കുന്നത് ഒരു ലൗകിക കാര്യമല്ല, മറിച്ച് അത് ഒരു ദൈവിക ഉത്തരവാദിത്തമാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങളെ നാം അവഗണിച്ചാൽ അത് നമ്മുടെ പ്രവർത്തനശേഷിയെ ബാധിക്കുകയും ദൈവത്തിൻ്റെ വേലയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. സേവനത്തിനായുള്ള ആരോഗ്യം. ഈ ഭൂമിയിൽ ദൈവത്തെയും സഹജീവികളെയും സേവിക്കാനായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു ഉപകരണം നമ്മുടെ ശരീരമാണ്. നാം ആരോഗ്യമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സുഖത്തിനു വേണ്ടിയല്ല, മറിച്ച് കർത്താവിൻ്റെ ദൗത്യങ്ങൾ കൃത്യമായും നീതിയോടെയും നിർവഹിക്കേണ്ടതിനാണ്. ഒരു ദുർബലമായ ശരീരത്തിന് ദൈവവിളിയോട് പൂർണ്ണമായി പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടും ആരോഗ്യത്തോടും കൂടെ പരിരക്ഷിക്കുമ്പോൾ നാം കർത്താവിനെ ശരിയായി ആരാധിക്കുകയാണ് ചെയ്യുന്നത്. സഹജീവികൾക്ക് താങ്ങായി നിൽക്കാനും ദൈവരാജ്യത്തിനായി അധ്വാനിക്കാനും കരുത്തുള്ള ഒരു ശരീരവും
തെളിച്ചമുള്ള ഒരു മനസ്സും നമുക്ക് ആവശ്യമാണ്. ഈ ആശയങ്ങൾ പരാമർശിക്കുന്ന വേദവാക്യങ്ങൾ റോമാലേഖനം 6:23, സങ്കീർത്തനങ്ങൾ 51:7, 1 പത്രോസ് 1:18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും, സാഖറായ ദീർഘദർശിയുടെ പുസ്തകം 2:8 വാക്യവുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അവിടുത്തെ വചനത്തിനായി നന്ദി. ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന സകല അഴുക്കുകളെയും തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പല്ലിനിടയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലെ പാപക്കറകളെ അങ്ങയുടെ വചനമാകുന്ന ശുദ്ധജലത്താൽ കഴുകിക്കളയണമേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. ഊനമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം, ആമേൻ.